കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ വലിയ നിരാശ. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നേതാക്കൾ വലിയ നിരാശ പ്രകടിപ്പിക്കുന്നു. ഇന്ന് ഈ ബജറ്റിൽ ഇല്ല എങ്കിൽ ഇനി എപ്പോൾ എന്ന ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം BJP വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെ കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരിടാനൊരുങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും അത്തരം ഒരു തരത്തിലുള്ള പരിഗണനയും കേരളത്തെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്നത് വലിയ ആശങ്ക ഉണർത്തുന്നതാണ്. എന്താണ് വന്നിട്ടുള്ള പുതിയ പ്രതികരണങ്ങൾ? ഏത് രീതിയിലാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തെ കേരളം കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തമിഴ്നാടിനും ബംഗാളിനുമൊക്കെ ഹൈസ്പീഡ് കോറിഡോർ ഉണ്ടാകുമ്പോൾ കേരളത്തിന് കടലാമ സംരക്ഷണം. ആ തരത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തെയും മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെയും പരിഗണിച്ചിരിക്കുന്നത്. അവിടെ തന്നെ തമിഴ്നാടിനാണ് കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് 2 ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് ബാംഗ്ലൂരുവിലേക്കും ഒന്ന് ഹൈദരാബാദിലേക്കും. തമിഴ്നാട് ചെന്നൈയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 അയൽ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലേക്ക് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ദീർഘകാലമായി നൽകിയിരിക്കുന്ന പദ്ധതികൾ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. ബംഗാളിലേക്കും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വാരണാസിയിൽ നിന്ന് സിലിഗുരിയിലേക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പൂർണ്ണമായും ബംഗാളിന് തന്നെയാണ് അങ്ങനെ ഒരു വലിയ നേട്ടമുണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് നമ്മൾ ആലോചിച്ചാൽ കഴിഞ്ഞ വർഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയിരുന്നു ഇതുപോലെ ബജറ്റ് നടന്നത്. അന്ന് ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉയർന്നു കേട്ട സംസ്ഥാനത്തിൻ്റെ പേര് ബീഹാർ എന്നുള്ളതായിരുന്നു. ബീഹാറിൻ്റെ പേര് 10ഓ 11ഓ തവണയാണ് അന്ന് എന്ന് പറഞ്ഞ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ബീഹാറിന് എത്രത്തോളം പ്രാധാന്യമാണ് അന്ന് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം ബംഗാളാണ്. രണ്ടാമത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. അത് കഴിഞ്ഞാൽ കേരളമാണ്, പിന്നീട് അസമാണ്. ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ച് മാത്രമാണ് അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമായ എയിംസ്, കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി എയിംസ് വരും കേട്ടോ പല രീതിയിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്കടക്കം ഒരു മന്ത്രി ഒരിക്കലും പറയാൻ കഴിയാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടടക്കം വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതിപ്പോൾ കേരളീയർക്ക് തിരിച്ച് ആ മന്ത്രിയോടും എവിടെ എയിംസ് എന്ന് ആ മട്ടിൽ തന്നെ ചോദിക്കേണ്ട അവസ്ഥയിലാണ്. അത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവുമില്ല. ഈ NDA സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിന് എയിംസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രഖ്യാപനം ബജറ്റിൽ തന്നെ അന്ന് പറഞ്ഞിരുന്നതാണ്. അതിപ്പോൾ 10-11 വർഷം കഴിയുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഇക്കുറിയും ഉണ്ടായില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ എയിംസ് സ്ഥാപിതമായി കഴിഞ്ഞ് അവിടെയെല്ലാം പ്രവർത്തനം തുടങ്ങുകയോ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുകയൊക്കെയാണ്. അപ്പോഴാണ് കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യം ഇപ്പോഴും അംഗീകരിക്കാതിരിക്കുന്നത്. പിന്നീട് കേരളത്തിന് നേട്ടം എന്ന് പറയാൻ കഴിയുന്നത് കരിമണൽ മേഖലയിലാണ്. കരിമണൽ മേഖലയിൽ കേരളത്തെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോറിഡോർ ഇന്ത്യക്ക് വിഭാവനം ചെയ്യാൻ കഴിയില്ല. കാരണം കരിമണൽ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു നിക്ഷേപമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കേരളവും ഒറീസയും ആന്ധ്രാപ്രദേശും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളൊക്കെ ഉദ്ദേശിച്ച് ഒരു കോറിഡോർ ഉണ്ടാക്കുമ്പോൾ അതിൽ കേരളം ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ നേട്ടം കേരളത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊന്ന് കാർഷിക മേഖലയ്ക്ക് പ്രഖ്യാപിച്ച വിവിധ പദ്ധതികളാണ്. അതിൻ്റെയൊക്കെ പരോക്ഷമായ നേട്ടം ഒരു പരിധിവരെയൊക്കെ കശുവണ്ടി മേഖലയുടെ പുരോഗതിക്കായിട്ടായാലും അല്ലെങ്കിൽ നാളികേര സംരക്ഷണ മേഖലയുടെ പുരോഗതിക്ക് നിർമ്മിച്ചതായാലും ചന്ദനം നട്ടുവളർത്താൻ വേണ്ടിയുള്ളതായാലും അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കേരളത്തിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നേട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ തീരദേശ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അതിൻ്റെ നേട്ടവും സ്വാഭാവികമായും ദീർഘമായ കടൽ തീരമുള്ള മത്സ്യബന്ധന മേഖല ശക്തമായ കേരളത്തിന് നേട്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജലപാതകൾ 20 ജലപാതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 20 ജലപാതകൾ വരുമെന്ന്. അതിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും പദ്ധതി ഉണ്ടോ എന്നത് തൽക്കാലം വ്യക്തമല്ല. ഇതുവരെ പുറത്തു വന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും പദ്ധതിയിൽ ഇനി ബജറ്റ് രേഖയ്ക്കകത്ത് ഏതൊക്കെയാണ് ഈ പദ്ധതികളെന്ന് വിശദമായി തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ബജറ്റ് രേഖ വിശദമായി പഠിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ അത് കൃത്യമായി പറയാൻ കഴിയൂ. എന്തായാലും ഈ നിലവിൽ ഇതുവരെ ഏതെങ്കിലും എംപിമാരോ ആരും അവർക്ക് ലഭ്യമായ കോപ്പികളിൽ നിന്ന് അങ്ങനെ ഒരു രേഖ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആരും ഇതുവരെ അങ്ങനെ കേരളത്തിൻ്റെ ഏതെങ്കിലും പദ്ധതി ഉൾപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ കഴിക്കാത്തത് ഇത് വളരെ വിശദമായ രേഖയാണ്. അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയൂ. അങ്ങനെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും തന്നെ അക്കാര്യത്തിൽ കേരളം ഈ ശബരി പാതയ്ക്കൊക്കെ ദീർഘകാലമായിട്ടുള്ള അതും ഒരു 10-20 വർഷത്തിന് മേലായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യമാണ്. ശബരിമലയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ അവിടെ ആ തരത്തിലേക്ക് ഏതെങ്കിലും ഒരു പാതയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും അല്ലെങ്കിൽ അത്
പണം നീക്കിവെക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും അങ്ങനെ ഒരു പ്രഖ്യാപനമോ പ്രതീക്ഷ ഉണ്ടായില്ല. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അത് വിഴിഞ്ഞം അദാനി പോർട്ടിന് കേന്ദ്ര സർക്കാർ എന്തായാലും പ്രത്യേക പരിഗണന നൽകും എന്നുള്ളൊരു പ്രതീക്ഷ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വല്ലാതെ കുറഞ്ഞത് കാരണവും കേരളത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര നികുതിയിലെ വിഹിതം വല്ലാതെ കുറഞ്ഞതും കേരളത്തെ സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പാക്കേജ് പ്രഖ്യാപനം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതും ഉണ്ടായില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിന് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേട്ടം എന്ന് പറയാൻ ഇന്ത്യക്ക് പൊതുവേ പല മേഖലകളിൽ ഉണ്ടാകുന്ന നേട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ക്യാൻസർ മരുന്നിൻ്റെ വിലയിൽ കുറവുണ്ടാകുന്നു. സ്വാഭാവികമായും അത് കേരളത്തിലെ ക്യാൻസർ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ കൂടി മറ്റ് 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകളുടെ വിലയിൽ നികുതിയിലൊക്കെ ഇളവ് തന്നെ അവർക്ക് നേട്ടമുണ്ടാകുമെന്ന് പറയാം. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ പോകുന്ന ആളുകൾക്ക് വിദേശ ടൂർ പാക്കേജിൻ്റെ TCSൽ 5% എന്നത് 2% കുറച്ചു. അപ്പോൾ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പാക്കേജ് ടൂറുകളൊക്കെ പോകുന്ന കൂടുതൽ ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെയുമൊക്കെ നേട്ടമുണ്ടായി എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് കേരളം എന്ന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BJPയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി പരിഗണിക്കുന്നില്ല എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. അതേസമയം ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ടോ എന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഇതിനോടകം തന്നെ രാഷ്ട്രീയമായി വലിയ പ്രതികരണങ്ങൾ വരുന്നു. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ കേരളത്തെ വലിയ നിരാശയുണ്ടാക്കുന്നതാണ് ഈ ബജറ്റ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. ശശി തരൂരും ആ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒന്നുമില്ല ഈ ബജറ്റിൽ പ്രതീക്ഷ നൽകുന്നത് ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ എന്നതാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത്. കിരൺ തുടരുന്നുണ്ട് നമുക്കൊപ്പം. കിരൺ, കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വിഹിതം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിൻ്റെ ബജറ്റ് കെട്ടിപ്പടുത്തത് എന്ന് നമുക്കറിയാം. വെറും 13,000 മാത്രം കിട്ടിയതിൽ നിന്നിൻ്റെ ഇരട്ടി പ്രതീക്ഷ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ബജറ്റാണ് കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ ആ പ്രതീക്ഷയ്ക്കുള്ള വകയില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണനകൾ കേരളത്തോടുണ്ടാകില്ല എന്നത് വ്യക്തമാവുകയാണ്. അപ്പോൾ 2 തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇത് സൃഷ്ടിക്കപ്പെടുമോ? കേരളത്തിൻ്റെ ബജറ്റ് പ്രതീക്ഷകൾ അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമാക്കി പ്രഖ്യാപിക്കപ്പെട്ടുള്ള പദ്ധതികളെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? രേണുക, നമ്മൾ ഇന്ന് ബജറ്റിന് മുന്നോടിയായി തുടക്കത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 25 വർഷമായി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സംസ്ഥാന വിഹിതത്തിൽ വന്ന കുറവുകളെ സംബന്ധിച്ച് അത് ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് ഏകദേശം 3.9% നിന്ന് 25 വർഷം കഴിയുമ്പോൾ അത് 1.89% അത് കുറഞ്ഞിരിക്കുന്നു. ഗണ്യമായ ഒരു കുറവാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും അത്തരം നികുതി വിഹിതത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തിൽ വർധനവുണ്ടാകുമ്പോൾ കേരളത്തിൽ കുറവുണ്ടാകുന്നു എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ 90-10 എന്നുള്ളതായിരുന്നു അതിന്റെ അനുപാതം. 90% പണം കേന്ദ്ര. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.